പിന്നെ കറണ്ട് കട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മഴ കുറയുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. എന്നാൽ അതിന് വേറുള്ള മാർഗ്ഗങ്ങളാണ് കണ്ടെത്തേണ്ടത്. സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 55 ദിവസം അടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 55 ദിവസം എത്തുന്ന സമയത്തും സർക്കാർ ഞങ്ങളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു സർക്കാർ വന്നതിന് ശേഷം അടിയന്തരമായിട്ട് തന്നെ ആ വകുപ്പിൻ്റെ മന്ത്രി ചുമതലയേറ്റ ഉടനെ തന്നെ മറ്റ് വൈദ്യുതി ഉൽപ്പാദന മാർഗ്ഗങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാർട്ടർ സമ്പ്രദായം അനുസരിച്ചിട്ട് വൈദ്യുതി തിരിച്ചു നൽകേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കണമായിരുന്നു. മഴ ഉണ്ടാവില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് 6 മാസങ്ങൾക്ക് മുമ്പ് വൈദ്യുതി വകുപ്പിനും ബോർഡിനുമൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് മന്ത്രിക്ക് സാധിക്കാത്ത പോയിടത്താണ് അദ്ദേഹത്തിന്റെ പിശക് എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ അദ്ദേഹം എത്ര വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിട്ട് കേരളത്തിൻ്റെ മുമ്പിലുള്ള ഏക ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് അത് സോളാർ പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ ഈ സോളാർ പ്ലാന്റേഷൻസിന് അതെങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും, അതിൻ്റെ പൂളിംഗ് എങ്ങനെ നടത്താൻ വേണ്ടി സാധിക്കും, അതിൻ്റെ ഗ്രിഡുകൾ എങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു പഠനം നടത്തേണ്ട സമയം അതിക്രമിച്ചു. ഇത് ഒരുപാട് ഞാൻ പറയട്ടെ, ഇപ്പോൾ KSEBയുടെ തീരുമാനത്തിന്, റെഗുലേറ്ററിയുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്നുമല്ല. മന്ത്രി ഇതൊരു അടിയന്തരമായിട്ടുള്ള കാര്യമായിട്ട് പരിഗണിക്കണം. അടിയന്തര ആവശ്യമുള്ള ഒരു കാര്യമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. വൈദ്യുതി ഇല്ലാതെ കേരളത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുമോ? ഒരു തരത്തിലും കേരളത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഒരു വിദഗ്ധ ടെക്നിക്കൽ ടീമിനെ തന്നെ ഇവിടെ അസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ടെക്നിക്കൽ ടീമിനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാലും ഈ മഴക്കാലത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ രാത്രി കാലത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയുള്ള ചില ന്യൂനതകൾ കൂടി ഈ സോളാർ പ്ലാന്റിലുണ്ട്. എന്നാൽ രാവിലെ പകൽ സമയങ്ങളിലും മഴയില്ലാത്ത സമയങ്ങളിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എവിടെ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? ഇതിനെക്കുറിച്ച് സർക്കാർ കൃത്യമായിട്ടൊരു പഠനം നടത്തേണ്ടതുണ്ട്. അങ്ങനെ ശേഖരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പൂളുകൾക്ക് എത്ര കോടി രൂപയുടെ എക്സ്പെൻസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ ആ പണം എവിടെ നിന്ന് കണ്ടെത്തും? അതോ ഇനിയിപ്പോൾ സിയാൽ മാതൃകയിൽ PPP പ്രോഗ്രാം പോലെ ചെയ്യണമോ, അതോ BOT മാതൃകയിൽ ചെയ്യണോ? ഇതിനെക്കുറിച്ചൊക്കെ സർക്കാർ കൃത്യമായിട്ടൊരു പഠനം നടത്തണം. ഇത് പൊതുജനങ്ങളിൽ നിന്ന് വേണമെങ്കിലും ഇത് പണം കണ്ടെത്താമല്ലോ. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ സിയാലിലൊക്കെ എത്രയോ ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു 80,000 കോടിയോ 1,00,000 കോടിയോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ആകത്തുക വരുന്നത്. നമ്മുടെ വാർഷിക വൈദ്യുതി ആവശ്യം എന്ന് പറയുന്നത് 2836 കോടി യൂണിറ്റ് ആണ്. അപ്പോൾ ഈ 2836 കോടി യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 80,000 ഏക്കറോളം സ്ഥലം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത് നിർമ്മിക്കാൻ വേണ്ടി ഏകദേശം ഞാൻ പറഞ്ഞത് 1,00,000 കോടി രൂപയ്ക്കടുത്ത് എക്സ്പെൻസ് വരും. ആ 1,00,000 കോടി കണ്ടെത്തണം. ആ കണ്ടെത്തിയിരിക്കും. നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഈ ബാങ്കുകളിൽ സമീപിക്കണം. അദാനി വിഴിഞ്ഞത്ത് വന്നതിന് ശേഷം അദാനിയുടെ പോക്കറ്റിൽ എത്ര കാശ് എടുത്തിട്ടുണ്ടാവും? സർക്കാർ കൊടുത്ത സ്ഥലത്ത് നരേന്ദ്രമോദി കൊടുത്ത ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് ആർക്ക് ലോൺ കൊടുത്തിരിക്കുന്നത്? ഈ പറഞ്ഞ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലോൺ കൊടുത്തിരിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ സർക്കാർ വിചാരിച്ചാലും പൊതുമേഖലയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സോളാർ പ്ലാന്റേഷൻസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. നമ്മുടെ സർക്കാർ ഓഫീസുകളുണ്ട്. ഈ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കളക്ടറേറ്റ്, സ്കൂളുകൾ, ഇതൊക്കെ മാത്രം എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ 80,000 ഏക്കറിൻ്റെ ആ ഒരു കണക്കുമായിട്ട് ടാലിയാവും. അപ്പോൾ അതിലേക്കൊക്കെ സർക്കാർ പോകണമെന്നേ. കാരണം മലയാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. കാരണം മലയാളി വിചാരിച്ചാൽ, മലയാളികൾ എത്രയോ ഐഡിയ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്നു. നമ്മുടെ സ്വന്തം രാജ്യത്ത് പബ്ലിക്കിൻ്റെ അടുത്തു നിന്നും അഭിപ്രായം സ്വരൂപണം നടത്തണം. അങ്ങനെയുള്ള അഭിപ്രായ സ്വരൂപണം നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരുന്ന എതിർപ്പ് മാറിപ്പോകത്തില്ലേ? ജനങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവണം എന്തുകൊണ്ടാണ് കറണ്ട് കട്ട് ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോഴും കറണ്ട് കട്ട് ഉണ്ടാവുന്ന സമയത്ത് സംഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നുണ്ടാവുന്ന സ്വാഭാവിക പ്രതികരണമല്ലേ? സ്വാഭാവിക പ്രതികരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 12 മണിക്കാണ് ഇന്നലെ അർജന്റീനയുടെയും ഇംഗ്ലണ്ടിൻ്റെയും കളി നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ ജനം സ്വാഭാവിക പ്രതികരണം നടത്തില്ലേ? പലയിടത്തും KSEB ജീവനക്കാരെ മർദ്ദിക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ? അത് ഒരു സ്വാഭാവിക പ്രതികരണമാണ്. അതായത് രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുന്നതല്ല. ഇപ്പോൾ LDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിച്ചോ എന്നുള്ള രീതിയിലാണ് അവരുടെ ഡയലോഗ്. അവരതല്ലാതെ പ്രത്യക്ഷ സമരത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വന്നിട്ടില്ല. ജനങ്ങൾ തന്നെയാണ് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പോകുന്നത്. അതുകൊണ്ട് മന്ത്രി പറഞ്ഞ ഒരു കാര്യം തിരുത്തേണ്ടതുണ്ട്. പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നില്ല.